കുറച്ച് വംശീയ സംഖ്യകൾ, പിന്നെ കുറച്ച് വംശീയ നിരീശ്വരവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ, ഇവരെല്ലാവരും കൂടി സാമൂഹ്യ മാധ്യമത്തിൽ കിടന്ന് പൂന്ത് വിളയാടി ഇടയ്ക്കിടയ്ക്ക് ജനം ടി വി കാണിക്കുന്നൊരു ദൃശ്യമുണ്ട്. അതായത് ആയത്തുള്ള ഖാംനെയി മരിച്ചതിൽ ഇറാനിലെ സ്ത്രീകൾ നൃത്തം ചെയ്യുന്നത് കണ്ടോ, ഡാൻസ് ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെയോ ഉള്ള കുറച്ച് ഫയൽ കോപ്പികളും അത്തരം സംഗതികളുമൊക്കെ എടുത്തു വെച്ച് കൊണ്ടുവന്ന് ഭയങ്കരമായി അർമാദിക്കുന്നുണ്ട്. പക്ഷേ അറിയേണ്ടത്, കഴിഞ്ഞ ദിവസം നമ്മുടെ റഷ്യൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവോ മറ്റോ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് പറയാൻ 249 വർഷത്തിൻ്റെ ഈ പറയുന്ന ചരിത്രമേ ഉള്ളൂ. പക്ഷേ പേർഷ്യൻ സംസ്കാരത്തിന് നൂറ്റാണ്ടുകളുടെ, ഏതാണ്ട് 10-12 നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചും ഇതൊക്കെ കടന്നും കവർന്നും കഴിഞ്ഞും ഒക്കെ മുന്നോട്ടൊഴുകിയ സംസ്കൃതിയാണ്. ഒരുപാട് ചരിത്രങ്ങളിൽ ഒരുപാട് സംസ്കൃതികൾ മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്, അവശിഷ്ടം പോലും ഇല്ലാതെ, ഒരു ശേഷിപ്പും അവസാനിപ്പിക്കാതെ. അവിടെയാണ് ഇപ്പോഴും ഇതൊക്കെ ഇവിടെ അങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ പറയുന്നവർ അമേരിക്ക പോകുന്നതെല്ലാം നീതിയുടെയും സമാധാനത്തിൻ്റെയും അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാനുമെന്നുമൊക്കെയാണ് കുറേ ഊളകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ചരിത്രം സാമ്രാജ്യത്വത്തിൻ്റെ ചരിത്രമാണ്, അക്രമങ്ങളുടെ ചരിത്രമാണ്, അധിനിവേശങ്ങളുടെ ചരിത്രമാണ്. അതിലെല്ലാം ബാക്കി നുണകളുടെ ഒരു കൂമ്പാരമുണ്ടാക്കുമെങ്കിലും അതിലെല്ലാം ആത്യന്തികമായ ലക്ഷ്യം ധനമാണ്, പണമാണ്. ദേ ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കാം. 1945 മുതൽ അമേരിക്ക ബോംബിട്ട രാജ്യങ്ങളുടെ പട്ടികയാണ്. 45-ൽ ജപ്പാൻ, 45-ൽ തന്നെ ജർമ്മനി, 45-46-ൽ ചൈന, 50-53-ൽ ചൈന, 99-ൽ ചൈന, 50-53-ൽ ഉത്തര കൊറിയ, 54-ൽ ഗോട്ടിമാല, 58-ൽ ഇന്തോനേഷ്യ, 61-ൽ ക്യൂബ, 64-73-ൽ ലാവോസ്, 65-73-ൽ വിയറ്റ്നാം, 69-73-ൽ കംബോഡിയ, 83-84-ൽ ലെബനൻ, 86-ൽ ലിബിയ, 87-88-ൽ ഇറാൻ, 80-ൽ നിക്കരാഗോ, 91 ഇറാൻ, 91 കുവൈറ്റ്, 93 ഇറാഖ്, 93 സൊമാലിയ, ബോസ്നിയ ആൻഡ് ഹെക്സഗോവിന 95, 96 ഇറാഖ്, 98 സുഡാൻ, 98 അഫ്ഗാനിസ്ഥാൻ, 98 ഇറാഖ്, 99 യുഗസ്ലോവിയ സെർബിയ, 2001 മുതൽ 2021 വരെ അഫ്ഗാനിസ്ഥാൻ, 2004-2018 പാകിസ്ഥാൻ, 2007-ൽ സൊമാലിയ, 2003-2011 ഇറാഖ്, 2002-ൽ യമൻ, 2014-ൽ ഇറാഖ്, 2014-ൽ സിറിയ, 11-ൽ ലിബിയ, 24-25 യമൻ, 25-ൽ ഇറാൻ, 25-ൽ സൊമാലിയ, 25-ൽ സിറിയ, 25-ൽ നൈജീരിയ, 26-ൽ വെനിസ്വല, ഇപ്പോൾ 26-ൽ വീണ്ടും ഇറാൻ. ഒരു രാജ്യം, ആ രാജ്യം നടത്തുന്ന ആക്രമണങ്ങളാണ് ഈ പറയുന്നത് ഇത്രയും. എന്നിട്ടോ സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സമ്പൂർണ്ണ രാജ്യം, സമ്പൂർണ്ണം. നമ്മുടെ VS അച്യുതാനന്ദൻ പറയുന്നത് പോലെ സമ്പൂർണ്ണം ആയ രാജ്യമാണ് അമേരിക്ക. ഇതിലെല്ലാം അവർക്ക് എണ്ണ താല്പര്യം, ആയുധക്കച്ചവടം, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. ഈ യുദ്ധത്തിൽ പോലും നന്നായി സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴും മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? മറുവശത്ത് വെനിസ്വലയിൽ നിന്ന് മോഷ്ടിക്കുന്ന എണ്ണ നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്, ഹോർമിസ് കടലിടുക്ക് അടച്ചാൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയും ഈ സന്ദർഭത്തിൽ വളരെ നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അമേരിക്കൻ സമാധാന പോലീസ്. അവരുടെ നേതൃത്വത്തിലാണ് ലോകത്ത് സമാധാന സേനയുണ്ടാവുന്നത്. ആ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റിനാണ് ഈ അടുത്ത സമയം വരെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണം എന്ന് പറഞ്ഞ് കരഞ്ഞത്. ചിലപ്പോൾ ഒരുപക്ഷെ അത് കൊടുത്തിരുന്നെങ്കിൽ തൽക്കാലം ഈ ഇറാനിലെ പാവങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു. അത് കിട്ടാത്തതിൻ്റെ കലിപ്പ് കൂടിയുണ്ട് ഈ ചെയ്ത്തിൽ എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും.